നമസ്കാരം. മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന നടിയാണ് മഞ്ജു വാര്യർ. സിനിമ പോലൊരു ലോകത്ത് 40 പതിറ്റാണ്ടുകളോളം പിടിച്ചു നിൽക്കുക, അതും മുൻനിര നായികയായി നിലനിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് ശേഷം വേറിട്ട കഥാപാത്രങ്ങളിലൂടെയാണ് മഞ്ജു ആരാധകർക്കിടയിൽ എത്തിയത്. എല്ലാ ആരാധകരും ഇരും കൈനീട്ടിയാണ് സ്വീകരിച്ചത്. ഒരുപക്ഷെ ദിലീപിനെ പോലും അമ്പരപ്പിച്ചാണ് നടിയുടെ യാത്ര. തമിഴിലും മലയാളത്തിലും എല്ലാം ഹിറ്റടിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് മഞ്ജു. മാത്രമല്ല, മഞ്ജുവിന്റെ സിനിമകൾ നോക്കുമ്പോൾ ഏറെ പിന്നിലാണ് ദിലീപിന്റെ ചിത്രങ്ങൾ. തമിഴകത്ത് തിരക്കേറുകയാണ് നടി മഞ്ജു വാര്യർക്ക്. അസുരനിലൂടെയാണ് മഞ്ജു തമിഴിൽ അരങ്ങേറിയത്. തമിഴ് അറിയാമെങ്കിലും അഭിനയിക്കാൻ അവസരം ലഭിച്ചപ്പോൾ താരം സ്വീകരിച്ചിരുന്നില്ല. അസുരനിലെ അഭിനയത്തിന് മികച്ച പ്രതികരണങ്ങളായിരുന്നു ലഭിച്ചത്. ഇതോടെയാണ് കൂടുതൽ സിനിമകൾ തേടിയെത്തിയത്. അജിത്തിനൊപ്പമായി അഭിനയിക്കുന്ന തുനിവ് റിലീസിനായി തയ്യാറെടുക്കുകയാണ്. ഈ ചിത്രത്തിലേക്ക് തന്നെ അഭിനയിപ്പിക്കാനായി തീരുമാനിച്ച സംവിധായകനാണ് റിസ്ക് എടുത്തതെന്നായിരുന്നു മഞ്ജു പറഞ്ഞത്. അജിത്തിനൊപ്പമുള്ള അനുഭവങ്ങൾ മനോഹരമായിരുന്നുവെന്നും താരം വ്യക്തമാക്കിയിരുന്നു. അജിത്തിനൊപ്പമുള്ള അനുഭവം മനോഹരമായിരുന്നുവെന്നും താരം വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴത്തെ മഞ്ജു വാര്യരെ കുറിച്ച് ഇപ്പോൾ സനൽകുമാർ ശശിധരൻ പറയുന്ന വാക്കുകളാണ് ചർച്ചയാകുന്നത്. ചോല, എസ് ദുർഗ, കയറ്റം തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനായ സംവിധായകനാണ് സനൽകുമാർ ശശിധരൻ. അവസാനമായി സനൽകുമാർ സംവിധാനം ചെയ്ത സിനിമ ടോവിനോ തോമസ് നായകനായ വഴക്കായിരുന്നു. സനൽകുമാറിന്റെ വയറ്റം സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടി മഞ്ജു വാര്യർ ആയിരുന്നു. സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം മഞ്ജു വാര്യരെ കുറിച്ച് സനൽകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് വിവാദമായിരുന്നു. കുറിപ്പിനെതിരെ നടി പോലീസിൽ പരാതിപ്പെടുകയും സനൽകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. സമൂഹ മാധ്യമത്തിലൂടെ തന്നെ അപമാനിച്ചുവെന്നാണ് മഞ്ജു വാര്യർ പരാതി നൽകിയത്. പിന്നാലെ സനൽകുമാർ ബഹളം വയ്ക്കുകയും തന്നെ കൊല്ലാൻ ശ്രമമെന്ന് ഫേസ്ബുക്ക് ലൈവിലൂടെ ആരോപിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ടുള്ള കുറിപ്പുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് സനൽകുമാർ. മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണെന്ന് കുറിപ്പിൽ സനൽകുമാർ ശശിധരൻ ആവർത്തിച്ചു. മഞ്ജു വാര്യരുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് 3 വർഷം മുമ്പ് ഞാൻ പോസ്റ്റ് ഇട്ടതും അതേ തുടർന്ന് അവരുടെ തന്നെ പേരിലുണ്ടാക്കിയ ഒരു കള്ളപ്പരാതിയിൽ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തതും ഓർമ്മയുണ്ടാകും. അന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ ഇന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഇത്തവണ അവരുടെ ശബ്ദത്തിൽ തന്നെ കേൾക്കാം. എന്റെ അറസ്റ്റിന് ശേഷം 2022 നവംബറിൽ മഞ്ജു വാര്യർ ഒരു അപരനാമത്തിൽ ഫേസ്ബുക്ക് വഴി എന്നെ ബന്ധപ്പെടുകയായിരുന്നു. എന്റെ ജീവന് വേണ്ടിയുള്ള ചേസിംഗ് കൂടിയപ്പോൾ എനിക്ക് നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാനിപ്പോൾ അമേരിക്കയിലാണ്. കഴിഞ്ഞ 2 വർഷമായി ഞങ്ങൾ നിരന്തരം ഒരു അപരനാമത്തിൽ സംസാരിക്കുന്നു. 3 ദിവസം മുമ്പ് എന്നോട് സംസാരിച്ചതിന്റെ ശബ്ദരേഖയാണിത്. മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണ് എന്നത് ഞാൻ ആവർത്തിക്കുന്നു. ലിങ്ക് കമന്റിൽ എന്നാണ് സനൽകുമാർ ശശിധരൻ കുറിച്ചത്. ഒപ്പം ഒരു സ്ത്രീയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖയും സനൽ പുറത്തുവിട്ടിട്ടുണ്ട്. കയറ്റം സിനിമയുടെ പോസ്റ്ററും കുറിപ്പിനൊപ്പം സനൽകുമാർ പങ്കുവച്ചിട്ടുണ്ട്. 2 വർഷം മുമ്പ് സമൂഹ മാധ്യമത്തിലെ സനൽകുമാർ ശശിധരന്റെ പോസ്റ്റിനെതിരെ മഞ്ജു വാര്യർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടിയെടുത്തപ്പോൾ IT ആക്ടിലെ വിവിധ വകുപ്പുകളാണ് സനൽകുമാറിനെതിരെ ചുമത്തിയിരുന്നത്. സംവിധായകന്റെ പുതിയ കുറിപ്പ് സമൂഹ മാധ്യമങ്ങൾ ചർച്ചയായി മാറിയിട്ടുണ്ട്. അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയ എസ് ദുർഗയ്ക്കും ചോലയ്ക്കും ശേഷം സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത കയറ്റത്തിന്റെ ട്രെയിലർ 4 വർഷം മുമ്പ് പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നു. അപകടം നിറഞ്ഞ ഹിമാലയൻ പർവ്വത നിരകളിലൂടെയുള്ള ട്രക്കിംഗ് വിഷയമായ കയറ്റത്തിന്റെ തിരക്കഥ, രചന, എഡിറ്റിംഗ്, സൗണ്ട് ഡിസൈൻ എന്നിവയും സംവിധായകൻ സനൽകുമാർ ശശിധരൻ തന്നെയായിരുന്നു നിർവഹിച്ചത്. ജോസഫ് എന്ന സിനിമയിൽ ശ്രദ്ധേയമായ വേഷം ചെയ്ത് വൈബ്സ്, പുതുമുഖം ഗൗരവ് രവീന്ദ്രൻ എന്നിവരായിരുന്നു ചിത്രത്തിൽ മഞ്ജുവിന് പുറമെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ചിത്രത്തിന് വേണ്ടി തയ്യാറാക്കിയ ഹർസംസ എന്ന ഭാഷയായിരുന്നു സിനിമയുടെ മറ്റൊരു സവിശേഷത. ഈ ഭാഷയിൽ കയറ്റം എന്നതിനുള്ള വാക്കായ അഹറാണ് ചിത്രത്തിന്റെ മറ്റൊരു ടൈറ്റിൽ. സിനിമ 25ാമത് പുസാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തെരഞ്ഞെടുത്തിരുന്നു. ഫെസ്റ്റിവലുകളിൽ മാത്രമാണ് ചിത്രം ഇതുവരെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. മഞ്ജു വാര്യരുടെ അവസാനം റിലീസായ സിനിമ വിടുതലൈ പാർട്ട് 2 ആണ്.